നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ എൻ്റെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്ത് എനിക്ക് പുതിയതായിട്ടൊന്ന് തുടങ്ങണം എന്ന് നിങ്ങൾക്ക് ഒരു തിങ്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ചിലപ്പോഴൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു 12 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ 2 എണ്ണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 2ഓ 3ഓ ഞാൻ ഷെയർ. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മൊബൈലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന പോലെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ, നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ടാബ്സും കുറേ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമല്ലേ നമ്മുടെ മൊബൈൽ ഇടയ്ക്ക്. അതുപോലെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ മൂല്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? നമ്മളെ ബഹുമാനിക്കുന്നുണ്ടോ? നമ്മുടെ മൂല്യം തിരിച്ചറിയുന്നുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടോ? ചെയ്യാൻ തയ്യാറാണോ? ഇതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഇതിനായിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുക. അതിനുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, വിഷ്വലൈസ് യുവർ ബെസ്റ്റ് വേർഷൻ. അതായത് നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെ വിഷ്വലൈസ് ചെയ്യുക. എന്താണ് വിഷ്വലൈസേഷൻ എന്നൊക്കെ ഞാൻ മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷജീസ് വ്ലോഗ്സിൽ വിഷ്വലൈസേഷൻ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സെൽഫ് ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഒന്ന് മനസ്സിൽ കാണുക. നിങ്ങളെ അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി, ആ ഒരു പിക്ചർ നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഒന്ന് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ വെർഷനെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് എന്തായി തീരണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ഇതാണ് 2 ടിപ്പുകൾ. ഇനി കൂടുതൽ ടിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോകളിൽ കൂടി നമുക്ക് കാണാം. താങ്ക്